ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം. ഇത് ഉള്ളിയൊന്നും വഴറ്റാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. നിങ്ങളെൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ബീഫ് കറി തയ്യാറാക്കാൻ ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 15 വെളുത്തുള്ളിയും 15 ചുവന്നുള്ളിയും 1/4 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ബീഫ് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വെക്കുമ്പോൾ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്താൽ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ ബീഫ് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ബീഫ് തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്കൊരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ബീഫ് വേവുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഒരു 3 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 5 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 5 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊന്നും വഴറ്റാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒരു ബീഫ് കറി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ എന്തായാലും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പഴം വഴറ്റിയത് കഴിച്ചിട്ടുണ്ടോ? നല്ല പഴുത്ത പഴം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞ് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും എണ്ണക്കടികളാണോ തയ്യാറാക്കാറ്? ഒരു തവണയെങ്കിലും ഇതുപോലെ പഴം വഴറ്റിയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. വഴറ്റിയെടുക്കാൻ എപ്പോഴും നല്ല പഴുത്ത പഴമാണ് നല്ലത്. പഴുപ്പാവാത്ത പഴമാകുമ്പോൾ അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇല്ലാതെ തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ കൂടി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പഴം മധുരമുള്ളതാണല്ലോ. ഇനി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിൽ കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം വഴറ്റിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുവരെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു വിഭവമാണിത്. അധികം പണികളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.